ഈ ഡയലോഗ് ഓർത്ത് വെക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. പകൽ നക്ഷത്രത്തിൻ്റെയൊക്കെ സമയത്ത് വലിയൊരു പേജ് ഡയലോഗ് കിട്ടുകയും അത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫുൾ ഈസി ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് ആ ഒരു സ്കില്ല് എങ്ങനെയാണ്? അല്ല, പഠിച്ചിരുന്ന സമയത്തേക്ക് ഇങ്ങനെ പഠിക്കായിരുന്നു? ഞാൻ മെമ്മറൈസ് ചെയ്യാറില്ല ആക്ച്വലി എൻ്റെ ഡയലോഗുകൾ. അതിപ്പോൾ ഇത്രയും വർഷത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയാം. ഞാൻ 2-3 പ്രാവശ്യം അത് വായിക്കുകയും ചിലപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ പറയുന്നത്, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് കറക്റ്റായിരിക്കും. അതറിയാതെ വരുന്നൊരു സംഭവമായിരിക്കും. ഒരു പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്ന അതേപോലെ ആയിരിക്കില്ല പറയുന്നത്. ചില ഡയലോഗുകൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ മീനിങ് ശരിയായാൽ മതിയായിരിക്കാം. അതെല്ലാ ഡയലോഗിലും പറ്റില്ല. വളരെ ചില ഡയലോഗുകൾ അത് തന്നെ പറയേണ്ടതുണ്ട്, എന്നാലേ അതിൻ്റെ മീനിങ് വരുള്ളൂ. അല്ലാതെ ചിലപ്പം വലിയ ഡയലോഗുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ മാത്രം ഒരാൾ വേണമെങ്കിൽ സൈഡിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് തരും. വേറെ സിനിമകളിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അത് മാത്രം കേട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളത് മാത്രം ശ്രദ്ധിച്ച് പറഞ്ഞാൽ അയാളുടെ ഇമോഷനിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു ബാക്ക് ഡ്രോപ്പിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടാകും. നമ്മളത് ഒന്ന് മെമ്മറൈസ് ചെയ്ത് പറയുക എന്ന് പറയുന്നത് ജോലിയുടെ ഭാഗമായിട്ട് അത് പിന്നെ മനസ്സിൽ എവിടെയോ അത് കിടപ്പുണ്ട്. തെലുങ്കിൽ ചെന്നപ്പോഴപ്പോൾ എങ്ങനെയായിരുന്നു? തെലുങ്ക് അല്ല, വേറെ നമുക്കൊന്നും ചെയ്യാനില്ല, പഠിച്ചു പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാര്യം ഡബ് ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ തെലുങ്കിൽ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ചെയ്തത് മലയാളവും തെലുങ്കും നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് മലയാളി. അയാൾ ഏതാണ്ട് 2000 പാട്ടുകൾ കൂടുതൽ പാടിയിട്ടുണ്ട്. സിനിമയിൽ മാത്രമല്ല, ഈ ഭക്തി ഗാനങ്ങൾ. അപ്പോൾ വളരെ പെർഫെക്റ്റ് തെലുങ്കാണ് അദ്ദേഹത്തിൻ്റെ. സോ അദ്ദേഹമാണ് എന്നെ സഹായിക്കാനായിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല തെലുങ്കിൽ തന്നെയാണ് എഴുതി പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പറയുന്നത് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ നോക്കി അല്ലെങ്കിൽ ആരെങ്കിലും പ്രോംപ്റ്റ് ചെയ്തോ പറയുന്നത് എന്തായാലും ആ പറയുന്ന വാക്കുകൾ കറക്റ്റായിരുന്നു. അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് മാറുന്നത്. ഇൻഫാക്ട് ഐ വാസ് വെരി സ്റ്റണ്ട്. ആ ഡയലോഗ്സ് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതെ, ഡബിങ് കൂടെ അവർ തന്നെ ചെയ്തു. ഐ വാസ് റിയലി സ്റ്റണ്ട് വെൻ ഐ ഹേർഡ് ഓൾ ദ ഡയലോഗ്. എത്ര വലിയ വലിയ ഡയലോഗ്സ് തെലുങ്കിൽ. സിനിമയിലെ ഒരു കുറച്ചുകൂടെ കൊളോക്കിയൽ തെലുങ്കാണ് പറയുന്നത്. പക്ഷെ മറ്റേ സിനിമ ഞാനല്ല ഡബ് ചെയ്തത്. എനിക്ക് ഡബ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. നമ്മളെ വേറൊരു ശബ്ദത്തിൽ കാണുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പൊതുവേ. ഇല്ല, നിങ്ങൾ ഒരു പക്ഷേ ഒരു മലയാളിക്കായിരിക്കും അത് കൂടുതൽ എൻ്റെ ശബ്ദമായിട്ട് വളരെയധികം പരിചിതമായ എൻ്റെ ശബ്ദമായിട്ട് അല്ലേ, അതുകൊണ്ട് ആയിരിക്കാം. അല്ലാതെ പുതിയതൊരാൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യത കുറവായിരിക്കും. കാര്യം വളരെ ഇപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഇപ്പോൾ ഈ MTI എന്ന് പറയും, മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറയും. അപ്പോൾ എത്ര പറഞ്ഞാലും അത് പെർഫെക്റ്റ് ആകണമെന്നില്ല. അപ്പം നമ്മൾ അവിടുത്തെ ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പം ഏറ്റവും കറക്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മറ്റൊരാൾ ചെയ്യാൻ പറയും. പക്ഷെ അത് തീർച്ചയായിട്ടും കുറച്ച് നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ അയാൾ ആക്ട് ചെയ്തിട്ട് അയാൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞാലും അയാളുടെ ഇമോഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ആക്ടേഴ്സ് പറ്റുമെങ്കിൽ അവർ തന്നെയാണ് ഡബ് ചെയ്യേണ്ടതെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ സിനിമ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആ സിനിമ ഞാൻ പിന്നെ അത് കണ്ടപ്പോൾ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ കഥയിലൂടെ അത് സഞ്ചരിച്ചു.